ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ബൈക്ക് റിവ്യൂ വീഡിയോ ആണ്. അപ്പൊ ഞാൻ ഏത് ബൈക്കാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നിങ്ങൾ എന്തായാലും തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതാണ് FZ16 അല്ലെങ്കിൽ FZ വേർഷൻ 1. അതായത് 2008 ഇറങ്ങിയ ഒരു വണ്ടിയാണ് നമ്മൾ ഈ 2023 റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എന്താണ് അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ഒരു ടോപ്പിക് തന്നെ അതാണ്. അതായത് ഇസ് ഇറ്റ് വർത്ത് ഇൻ 2023. സോ ബൈക്ക് ഇതാണ്. അതായത് നമ്മളുടെ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ RX100 ശേഷം ഇത്രയും ഒരു റെവല്യൂഷൻ ആയിട്ട് വന്നൊരു ബൈക്കായിരുന്നു ഇത്. ഞാൻ പറയുന്ന ഒരു ടൈം എന്ന് പറയുമ്പോൾ 2008 ആണ്. ഓൾമോസ്റ്റ് ഒരു 10-15 വർഷത്തിന് മുന്നേ. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നില്ല നമ്മുടെ മാർക്കറ്റിൽ. ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ബൈക്ക് എന്നൊക്കെ പറയുമ്പോൾ പൾസറിന്റെ എന്താ പറയുക 150, അതേപോലെ അപ്പാച്ച്, ഇതൊക്കെ ആയിരുന്നു ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബൈക്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇവൻ വൻ സംഭവമായിരുന്നു. ഇതിന്റെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിന്റെ ലുക്സ് തന്നെയാണ്. കാരണം ഇതൊരു ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ലുക്കും, അതേപോലെ കണ്ടില്ലേ ഭയങ്കര ഒരു ചങ്കിയാണ് ഈ ബൈക്ക്. ഭയങ്കര ഒരു സൈസ്. ഇപ്പോ ഫ്യൂൽ ടാങ്ക് ആണെങ്കിലും ഇതിന്റെ മെയിൻ അട്രാക്ഷൻ ഇതിന്റെ വീൽസ്. ഓർമ്മയുണ്ട്, ഞാനൊരു സ്കൂൾ ടൈമിലൊക്കെ ആയിരുന്നു ഈ ബൈക്ക് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്നത്. അപ്പൊ തന്നെ നമ്മൾ ഈ പൾസറും ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഒരു ലുക്കുള്ള ഒരു വണ്ടി, കാരണം നിങ്ങൾക്ക് തന്നെ കാണാം ആ ഒരു ടൈമിൽ നോക്കുമ്പോൾ ഇത്രയും വൈഡ് ആയിട്ടുള്ള ടയേഴ്സ് വരുന്ന ഒരു ബൈക്ക് ഇല്ല വേറെ. കാരണം ബാക്കിൽ ഭയങ്കര എന്താ പറയാ ഒരു വലിയൊരു ടയറും അതേപോലെ തന്നെ ഈ ഒരു അലോയ് വീൽസ്, ഇതെല്ലാം ഭയങ്കര ലുക്കായിരുന്നു. ഫ്രണ്ടിലെ ടയർ ആണെങ്കിലും എല്ലാം മൊത്തത്തിൽ ഒരു എന്താ പറയാ ഫുള്ളി പെർഫെക്റ്റ് ഡിസൈൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ബൈക്കായിരുന്നു ഇത്. ഈ ബൈക്കിന്റെ വേറൊരു അട്രാക്റ്റീവ് പാർട്ടായിരുന്നു ഈ മോണോഷോക്ക് സസ്പെൻഷൻ. മോണോഷോക്ക് എന്ന് പറയുന്ന ഒരു സാധനം ആ ഒരു ടൈമിൽ നമുക്ക് വേറെ ബൈക്സിൽ ഇല്ല. കാരണം എല്ലാത്തിലും 2 ഷോക്ക് ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരുന്ന ടൈമിൽ ഈ ബൈക്കിൽ മാത്രം ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഇങ്ങനെ കാണാൻ തന്നെ ലൈക്ക് ഒരു യെല്ലോ കളർ അല്ലെങ്കിൽ ഒരു 2-3 കളർ വേരിയൻസിൽ വരുമായിരുന്നു. അതിൽ യെല്ലോ കളർ ഉണ്ടായിരുന്നു, റെഡ് കളർ, ഈ ഒരു കളറിലൊക്കെ ആയിരുന്നു നമ്മുടെ ഈ ഷോക്ക് തന്നെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിന്റെ ലുക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ചെറുതായിട്ടൊരു ഇതിന്റെ സ്പെക്സിനെ കുറിച്ചൊക്കെ പറയാം. എനിക്കറിയാം ഞാൻ ഇതിന്റെ സ്പെക്സിനെ കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം പണ്ട് തൊട്ടേ നമ്മളുടെ ഇടയിലുള്ള ഒരു ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും നമുക്ക് ചെറിയ രീതിയിൽ ഇതിന്റെ ഒരു സ്പെക്സ് ഒക്കെ പറയാം. അപ്പോൾ ഇതിന്റെ ഒരു എഞ്ചിൻ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു 150cc സെഗ്മെന്റിൽ വരുന്ന ഒരു ബൈക്കാണ്. ടു ബി എക്സാക്ട് ഈ വണ്ടിക്ക് ഒരു 153cc സിംഗിൾ സിലിണ്ടർ ആയിട്ടുള്ള എയർ കൂൾഡ് എഞ്ചിനാണ് ഈ ബൈക്കിൽ വരുന്നത്. ഇതിന്റെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 13.8 bhp ആൻഡ് 13.6 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് ഈ ഒരു ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 110 km/h ആണ്. പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഇതൊരു 80 to 90 ഒക്കെ ഇത് വളരെ സ്മൂത്ത് ആയിട്ട് കയറിപ്പോകും. അത് കഴിഞ്ഞിട്ടൊരു 100 ആ ഒരു റേഞ്ചിലൊക്കെ ടച്ച് ചെയ്യാനായിട്ട് കുറച്ചൊരു ടൈം എടുക്കും. കാരണം ഇതൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവിങ്ങിനൊക്കെ വേണ്ടിയുള്ള ഒരു വണ്ടിയാണ്. എന്നാൽ അത്യാവശ്യം ഭീകരനാവാനും ഇവനറിയാം. പിന്നെ ഇതിലാണ് നമ്മുടെ യമഹയുടെ ബ്ലൂ കോർ ടെക്നോളജി എന്താ പറയാ അങ്ങനെ ഒരു ടെക്നോളജി അവർ റിലീസ് ചെയ്തായിരുന്നു. അപ്പൊ ആ ഒരു സാധനം ഈ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ എഞ്ചിന്റെ സ്പെക്സ് എല്ലാം പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ട്രാവലിങ്ങിന് ഈ ഒരു ബൈക്ക് എങ്ങനെയാണെന്നൊക്കെ പറയേണ്ട ഒരു കാര്യം വരുമല്ലോ. അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ നൈറ്റിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ഈ ഒരു ഹെഡ്ലൈറ്റും ടെയിൽ ലൈറ്റിനെ കുറിച്ച് നമ്മൾ എന്തായാലും പറയണ്ടേ. അപ്പോൾ ഈ ഒരു ബൈക്കിൽ ഹാലോജൻ ആണ് ഇതിൽ ഹെഡ്ലൈറ്റിൽ വരുന്നത്. കാരണം ആ ഒരു ടൈമിൽ LED കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് ഹാലോജൻ തന്നെയാണ് ഇന്നും ബൈക്സിലൊക്കെ ഇഷ്ടം. LED ഹെഡ്ലൈറ്റ്സിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഹാലോജൻ തന്നെയായിരുന്നു. പിന്നെ അതേപോലെ ടെയിൽ ലാമ്പിലേക്ക് വരികയാണെങ്കിൽ ടെയിലിൽ ഇവർ കൊടുത്തിരിക്കുന്ന ഒരു LED ആണ്. പിന്നെ അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട്, വേണ്ടുന്ന വിസിബിലിറ്റി ഒക്കെ ഉണ്ട്. ഞങ്ങൾ അത്യാവശ്യം ട്രാവലൊക്കെ ഈ ബൈക്കിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സിലൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ യമഹയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് ഈ ഒരു ബൈക്കിലും വരുന്നത്. അതായത് ഇന്നും R15 V4 പോലും വരുന്ന സെയിം ഡിസൈനുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ്. പിന്നെ നമുക്ക് ഈ ബൈക്കിന്റെ ഒരു മീറ്ററിന്റെ സെക്ഷനിലേക്കൊക്കെ വരികയാണെങ്കിൽ അന്ന് തന്നെ ഇതിനകത്തൊരു ഡിജിറ്റൽ മീറ്റർ വരുന്നുണ്ടായിരുന്നു. അതായത് അന്നത്തെ ബൈക്സിലൊന്നും അത്ര ഡിജിറ്റൽ മീറ്റർ വരുന്നില്ല. പൾസറിലായാലും എല്ലാത്തിലും അനലോഗ് മീറ്റേഴ്സ് ഒക്കെ വരുന്ന ടൈമിൽ ഈ ബൈക്കിൽ മാത്രം ഡിജിറ്റൽ മീറ്റർ വരുമായിരുന്നു. അത്യാവശ്യം വേണ്ടുന്ന ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇന്ന് വരുന്ന ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു ട്രിപ്പ് മീറ്ററും അതേപോലെ ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ലുക്കാണ് ഈ ഒരു മീറ്ററിന് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്യൂവൽ ടാങ്കിനെ കുറിച്ചാണ്. ഇതിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ
12 ലിറ്റർ ആണ് ഇതിനകത്ത് വരുന്നത്. ലൈക്ക് എനിക്ക് തോന്നുന്നു 12.5 ലിറ്റേഴ്സിന്റെ ഒരു ഫ്യൂൽ ടാങ്ക് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഫ്യൂൽ ടാങ്കിനെ കുറിച്ചൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്തായാലും ഇതിന്റെ മെയിൻ ഫാക്ടർ ആയിട്ടുള്ള മൈലേജിനെ കുറിച്ച് പറയാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത് യമഹ അവകാശപ്പെടുന്നത് ഒരു 45 to 50 ആ ഒരു റേഞ്ചിലൊക്കെയാണ് മൈലേജ് കിട്ടുന്നത്. അപ്പോൾ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളതാണ്. ഈ വണ്ടിയിൽ എന്തായാലും ഒരു 50 ഒന്നും കിട്ടുന്നില്ല, കാരണം ഇതിപ്പോ ഒരു 2009 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ബൈക്കാണ്. സോ ഈ ബൈക്കിന് അത്ര മൈലേജ് ഒന്നും കിട്ടുന്നില്ല, എന്നാലും ഒരു 40 to 42 ഒക്കെ ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ ഇത്ര ലുക്സും എല്ലാം കൂടി വരുന്ന സമയത്ത് ഇത്ര മൈലേജ് കിട്ടുന്ന തന്നെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ സീറ്റ് കംഫർട്ട്. ഈ വണ്ടിയുടെ കംഫർട്ടിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിന്റെ ഒരു സീറ്റിംഗ് ഒക്കെ അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് പൊസിഷനും സംഭവമൊക്കെയാണ്. പിന്നെ ഇതിന്റെ സീറ്റ് അത്യാവശ്യം കുഷൻഡ് ആണ്, അത്യാവശ്യം ട്രാവൽ ചെയ്യാനൊക്കെ. മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഇതൊരു ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവലിനൊക്കെയാണ് ഈ ബൈക്ക് ഒരു നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുക. കാരണം ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ലോങ് ഡ്രൈവിന് അത്ര സുഖമായിട്ട് തോന്നില്ല. കാരണം മെയിനായിട്ട് ഓടിക്കുന്ന ആൾക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല, ബട്ട് പില്ലിയൻ സീറ്റ് കുറച്ച് സീനാണ്. പില്ലിയനായിട്ട് പോകുന്ന സമയത്ത് ബാക്ക് സൈഡിലൊക്കെ നമുക്കൊരു നല്ലൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സീറ്റിങ്ങിന്റെ കാര്യത്തിൽ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവലിനൊക്കെയാണ് ഈ ബൈക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഹാൻഡ്ലിങ്ങിനെ കുറിച്ച് പറയാൻ തോന്നിയത്. കാരണം അടിപൊളി ഹാൻഡ്ലിംഗ് ആണ്. നമ്മുടെ മെയിനായിട്ട് ഈ ട്രാഫിക്കിന്റെ ഒക്കെ ഒരു ടൈമിൽ ഭയങ്കര ഹാൻഡ്ലിംഗ് ആണ് ഈ വണ്ടി തരുന്നത്. അതായത് നമുക്ക് നല്ല രീതിക്ക് മാനൂവർ ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ്. കാരണം ചെറിയ വണ്ടിയാണ്, അത്യാവശ്യം ചങ്കിയാണ്, എന്നാൽ വെയിറ്റ്ലെസ് ആണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ട്രാഫിക്കിന്റെ ഇടയിൽ കൂടെ പോകാനായിട്ട് അടിപൊളിയാണ്. ഭയങ്കര കൺട്രോൾ ആണ് ഈ ബൈക്കിന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടൊക്കെ ഈ ചേട്ടന്മാർ സ്റ്റണ്ട് ചെയ്യാനൊക്കെ ഈ ബൈക്ക് യൂസ് ചെയ്തുകൊണ്ട്. അപ്പൊ നമ്മൾ ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ ബൈക്കിന്റെ ഒരു കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ഇതിന്റെ. എല്ലാം അത്ര വലിയ പ്രോബ്ലംസ് ഒന്നും അല്ല, എന്നാലും ഇപ്പോൾ ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ബൈക്ക് ആണെങ്കിൽ പോലും ഇതിന് അധിക പ്രശ്നമില്ലാന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഈ വണ്ടിക്ക് ഒരു എഞ്ചിൻ പ്രോബ്ലം ഇല്ല. അത് ഒബ്വിയസ്ലി യമഹയുടെ എഞ്ചിനാണ്. സോ എഞ്ചിൻ പ്രോബ്ലംസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് പെർട്ടിക്കുലർലി ഒരു ഇഷ്യൂ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ നോർമലി കേട്ട് വന്നിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഈ വണ്ടിയുടെ കാർബറേറ്ററിന്റെ ഇഷ്യൂ, അതേപോലെ ഓടിക്കുന്ന സമയത്തുള്ള മിസ്സിങ്, ഇങ്ങനെ കുറച്ച് പ്രോബ്ലംസേ വരാറുള്ളൂ. അല്ലാതെ എഞ്ചിൻ പ്രോബ്ലം ആയിട്ട് ഈ വണ്ടിക്ക് അധികം വരാറില്ല. അപ്പോൾ കാർബറേറ്ററിന്റെ ഇഷ്യൂന് നോർമലി ഇപ്പൊ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പൾസറിന്റെ 150യുടെ കാർബറേറ്റർ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിലും ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൾസറിന്റെ കാർബറേറ്റർ യൂസ് ചെയ്യാൻ ഒന്ന് ഈ കാർബറേറ്ററിന്റെ ഇഷ്യൂ വരുന്നത് ഒരു കാരണമാണ്. വേറൊന്ന് കുറെ ആൾക്കാർ ലൈക്ക് ഈ മൈലേജ് കൂടി കിട്ടാൻ വേണ്ടി ഇതിന്റെ ഒരു പൾസറിന്റെ കാർബറേറ്റർ യൂസ് ചെയ്യാറുണ്ട് ഈ വണ്ടിയിൽ. അപ്പോൾ മൈലേജ് കൂടാൻ വേണ്ടിയൊക്കെ ഈ ഒരു കാർബറേറ്റർ യൂസ് ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ശരിക്കുള്ള ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് നഷ്ടമാവും. അതായത് നമുക്ക് മൈലേജ് കിട്ടിയേക്കാം, ഒരു 50 വരെയൊക്കെ മൈലേജ് കിട്ടുമായിരിക്കും, ബട്ട് ഇതിന്റെ ഒരു ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്മൂത്ത്നെസ് ഉണ്ട്, ആ ഒരു സാധനം നമുക്ക് മിസ്സാവും ഈ വണ്ടിയിൽ. അതുകൊണ്ട് തന്നെ കാർബറേറ്റർ അത്യാവശ്യം ക്ലീൻ ആയിട്ട് വെച്ചും അങ്ങനെയൊക്കെ വെച്ച് തന്നെ നമുക്ക് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അതേപോലെ എയർ ഫിൽട്ടർ, ഈ സാധനങ്ങളൊക്കെ അത്യാവശ്യം ക്ലീൻ ചെയ്തും അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് വണ്ടീനെ നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാം. ഇതിനെ ഒരു സിംഗിൾ യൂസ് ആണ് ചെയ്യുന്നത്, അത്യാവശ്യം നല്ല രീതിക്ക് ഓടിച്ചൊക്കെയാണ് പോകുന്നത്, ഒരു എക്കണോമി സ്പീഡിലൊക്കെയാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല രീതിക്ക് എന്താ പറയുക കുറെ കാലങ്ങൾ നമുക്ക് ഈ വണ്ടീനെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അതായത് ഇസ് ഇറ്റ് വർത്ത് ഇൻ 2023? അതായിരുന്നു നമ്മുടെ ഈ വീഡിയോയുടെ ടോപ്പിക്. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ വണ്ടി ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ വർത്ത് ഇൻ 2023 എന്നാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് മെയിൻ ആയിട്ട് ഇതിന്റെ മൈലേജ് ആണ്. മൈലേജ് നമുക്ക് ഒരു 40 to 45 എങ്കിലും ഈ വണ്ടിയിൽ നിന്ന് മൈലേജ് കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു വലിയ സംഭവമാണ്. ഇന്നത്തെ ഒരു എക്കോണമിയിൽ അത്രയ്ക്ക് മൈലേജ് കിട്ടുന്ന വലിയൊരു സംഭവമാണ്. പിന്നെ യമഹയുടെ എഞ്ചിനാണ്, അതേപോലെ തന്നെ വലിയൊരു പ്രോബ്ലംസ് എഞ്ചിൻ സൈഡിൽ നിന്ന് വരുന്നില്ല. ആകെ ഒരു കാർബറേറ്ററിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു മിക്സിങ്ങിന്റെ ഇഷ്യൂ ചെറുതായിട്ട് വരും. ആ ഒരു പ്രോബ്ലം വരുന്ന തന്നെ മെയിനായിട്ട് നിങ്ങൾ അത്യാവശ്യം ഒരു കയറ്റങ്ങൾ കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്തൊക്കെ. അപ്പോൾ അതും നമുക്ക് ഇങ്ങനെ ഒരു വേറൊരു കാർബറേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പറയാ ആ ഒരു പ്രോബ്ലത്തിനെയും സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് വർത്ത് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അത്യാവശ്യം എന്താ പറയാ ഇന്നത്തെ വണ്ടികളിലോട് എന്താ പറയാ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ലുക്സ് ഈ വണ്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി എന്തായാലും വർത്ത് ആണ്. അത് മാത്രമല്ല, ഒരു പ്രൈസിന്റെ റേഞ്ചിലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും ഈ വണ്ടി ഇപ്പൊ ഒരു 25 to 30 റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും. ഇതിത്ര ഈ ഒരു വണ്ടി തന്നെ ഞാൻ പറഞ്ഞല്ലോ 2009 രജിസ്ട്രേഷൻ ആയിട്ട് നമുക്കൊരു 30 റേഞ്ചിൽ കിട്ടി. അതിലും കുറവായിട്ടും നിങ്ങൾക്ക് കിട്ടും. കാരണം ഈ വണ്ടി സ്റ്റോക്ക് കണ്ടീഷൻ ആയിരുന്നു. ഇതിൽ വലിയൊരു സ്ക്രാച്ച് പോലും നിങ്ങൾക്ക് വലിയ രീതിയിൽ കാണാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ ഈ കൊച്ചിയിൽ മഴയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ചെളിയൊക്കെ പിടിച്ച് കിടക്കുന്നതേ ഉള്ളത്. അല്ലാതെ ഈ വണ്ടിയിൽ
വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും അത്രയ്ക്ക് ഇല്ല. പിന്നെ ഇതിന്റെ ഗിയർ ബോക്സ് ആണെങ്കിലും എല്ലാം അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആസ് ഐ സെഡ് ഇത്രയും കാര്യങ്ങൾ ഈ വണ്ടിയിലുണ്ട്. സ്റ്റൈല് കൊണ്ടാണെങ്കിലും വാല്യൂ ഫോർ മണിയാണ്. ഒരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലാണ് ഈ ബൈക്ക് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും ഇതൊരു നിങ്ങൾക്കൊരു ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ വേർത്ത്. അതായത് ഇതിന്റെ മുന്നേ അല്ല മീൻ ഇതിന്റെ ശേഷം വന്ന FZയുടെ വേർഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ ബൈക്കാണ് പേഴ്സണലി ഇറ്റ്സ് എ ബെറ്റർ വൺ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഇതിന്റെ ഒരു കമന്റ് സെക്ഷനിൽ ഈസ് ഓപ്പൺ. സോ അവിടെ നിങ്ങൾക്ക് വന്നിട്ട് എന്തായാലും ഇതിന്റെ അഭിപ്രായമൊക്കെ നിങ്ങൾക്ക് പറയാം. സോ അത്രയുള്ള ഈ വീഡിയോയിൽ എനിക്ക് പറയാനായിട്ട്. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.